കോലഞ്ചേരിയിൽ ബേക്കറി ഉടമയെ രണ്ടംഗ സംഘം ക്രൂരമായി മർദ്ദിച്ചു. സാധനം വാങ്ങിയ ശേഷം പണം നൽകാത്തത് ചോദ്യം ചെയ്തതോടെയാണ് അതിക്രമമുണ്ടായത്. മർദ്ദനത്തിനു പിന്നാലെ ബേക്കറി ഉടമയെ കാറിൽ വലിച്ചിഴയ്ക്കുകയും ചെയ്തു. കോലഞ്ചേരി സ്വദേശി ബാസ്റ്റിനാണ് അതിക്രമത്തിന് ഇരയായത്. അക്രമികൾക്കായി പുത്തൻകുരിശ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിങ്കളാഴ്ച രാത്രി 10:30 സംഭവം. കോലഞ്ചേരി പഴയ തിയേറ്ററിന് എതിർവശമുള്ള ബേക്കറിക്ക് മുന്നിൽ മാസ്ക് ധരിച്ച രണ്ടംഗ സംഘം ഇന്നോവ കാറിൽ വരുന്നു. രണ്ടുപേരും ബേക്കറിയിലേക്ക് കയറി. അതിലൊരാൾ കടയുടമ കാണാതെ ഐസ്ക്രീം എടുത്ത് പുറത്തേക്ക് പോയി. ഐസ്ക്രീം എടുത്ത് പുറത്തേക്കോടുന്നത് CCTV ദൃശ്യങ്ങളിൽ കാണാം. പുറത്തേക്കോടിപ്പോയ മോഷ്ടാവ് അല്പസമയത്തിനകം ബേക്കറിയിലേക്ക് തിരിച്ചുവരികയും അതിനുശേഷം ഇരുവരും ശീതളപാനീയങ്ങളും പലഹാരങ്ങളും വാങ്ങി പണം കൊടുക്കാതെ കടന്നുകളയാൻ ശ്രമിക്കുകയുമായിരുന്നു. പന്തികേട് തോന്നിയ കടയുടമ ബാസ്റ്റിൻ പുറത്തിറങ്ങി ഇരുവരെയും പിന്തുടർന്ന് തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു. എന്നാൽ രണ്ടംഗ സംഘം ബാസ്റ്റിനെ ആക്രമിക്കുകയും കാറിലിരുന്ന് വലിച്ചിഴയ്ക്കുകയും ചെയ്തു. മർദ്ദനത്തിനിടെ ബാസ്റ്റിന്റെ സ്വർണമാലയും സംഘം പൊട്ടിച്ചെടുത്തു. യുവാക്കൾ ലഹരി ഉപയോഗിച്ചിരുന്നതായി ബാസ്റ്റിൻ പറഞ്ഞു. ഇവൻ ബാക്കിലത്തെ ഡോറ് തുറന്നു വേഗം ചാടി കയറി. അപ്പോൾ ഡോറ് ഞാൻ തുറക്കാൻ നോക്കിയപ്പോൾ തുറക്കണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഫ്രണ്ടിലത്തെ ഡോർ ഇങ്ങ് തുറന്നു. ഫ്രണ്ടിലിരുന്നവൻ്റെ ഷോൾഡറിൽ കയറി ഇങ്ങ് പിടിച്ചു. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവൻ. ഉമ്മാർ വണ്ടി സ്റ്റാർട്ടാക്കി. ആദ്യം എടുത്ത് നിന്നു. അത് കഴിഞ്ഞ് രണ്ടാമതെടുത്ത് ഉമ്മാർ വലിച്ചുകൊണ്ട് പോകുക തന്നെ. ഒരു 10-100 മീറ്റർ അവന്മാർ എന്നെ എൻ്റെ പകുതി ഭാഗം റോട്ടിൽ കാലിൽ ഷൂ ആയിരുന്നു. കാലിനൊന്നും പറ്റിയില്ല. കാലിങ്ങനെ ഉരച്ചുകൊണ്ട് പോകുമായിരുന്നു. അപ്പോൾ പകുതി ഭാഗം അവരുടെ ഇതിൽ. അപ്പോൾ ഞാൻ അവരെ ഇങ്ങനെ പിടിക്കണ്ട. അവന്മാർ തലക്കിട്ട് എന്നെ എങ്ങനെയെങ്കിലും പിടിപ്പിക്കണം, റോട്ടിയിട്ട് എറിയണം എന്നുള്ള രീതിയിൽ. 50 മീറ്ററോളം റോഡിലൂടെ വലിച്ചിഴച്ചതിനെ തുടർന്ന് ബാസ്റ്റിന് ഗുരുതരമായി പരിക്കേറ്റു. പരിക്കേറ്റ ബാസ്റ്റിൻ കോലഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. തിരുവനന്തപുരം സ്വദേശികളായ യുവാക്കളാണ് അതിക്രമത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക സൂചന. രാത്രികാലങ്ങളിൽ കച്ചവടം ചെയ്യുന്ന വ്യാപാരികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ഇത്തരം സാമൂഹ്യദ്രോഹികൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും കോലഞ്ചേരിയിലെ വ്യാപാരി സമൂഹം ആവശ്യപ്പെട്ടു. ന്യൂസ് മലയാളം, കൊച്ചി.